നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് റീഡിംഗ് അല്ല എടുക്കാൻ പോകുന്നത്. ബ്ലാക്ക് മാജിക്കിനെയും കൂടോത്രത്തിനെയൊക്കെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഒരു 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക്ക് ബാധിച്ചു കഴിഞ്ഞാലുള്ള സിംറ്റംസിനെ പറ്റി, നിങ്ങളിൽ കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ, നിങ്ങളെ കൊണ്ട് നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് എനർജിക്ക് സ്വയം കാണാൻ പറ്റുന്ന ഒരു പരിഹാരത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും കുറേ ഡൗട്ട്സ് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെ ചോദ്യത്തിനും ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാരുടെയും പ്രശ്നം, നല്ല സന്തോഷകരമായി പോയിരുന്ന കുടുംബത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തകർച്ച നേരിടുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭത്തിലായിരുന്ന ബിസിനസ് പെട്ടെന്ന് ലോസ് സംഭവിക്കുന്നു. നെക്സ്റ്റ് കാറ്റഗറി ആൾക്കാർ എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നവരാണ്. അതായത് ഞാൻ ബ്ലാക്ക് മാജിക് ചെയ്ത് കൊടുക്കുമോ എന്നുള്ളൊരു ആവശ്യം പറഞ്ഞ് വിളിക്കുന്നവരാണ്. അവർക്ക് പല പല ആവശ്യങ്ങളാണ് ഉള്ളത്. മാനസികമായിട്ട് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ചിലരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പ്രീ ജഡ്ജിങ് ആണ് ചിലവർ പറയുന്നത്. അതായത് ഇന്ന ആൾക്കാർ കാരണം എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് അവരുടെ ബിസിനസ് നശിക്കണം, അതിനെന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ഡൗട്ട്സിന് വ്യക്തമായുള്ളൊരു ക്ലാരിറ്റി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാമല്ലോ, ഞാൻ ബ്ലാക്ക് മാജിക്കോ കൂടോത്രമോ ആർക്കുമെതിരെ ചെയ്യുന്നതല്ല. മറ്റു വ്യക്തികളുടെ ജീവിതത്തെയോ ജീവനോ ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർവീസും എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അത്തരം ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാത്തതാണ് നല്ലത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പെട്ടെന്ന് ബിസിനസ്സിന് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതൊരിക്കലും ബ്ലാക്ക് മാജിക്കോ കൂടോത്രവോ ആണ് എന്ന് ആദ്യം തന്നെ ചിന്തിക്കാതിരിക്കുക. അതിന് പകരമായി ആ ലോസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നാശനഷ്ടങ്ങൾക്കും കാരണം അത് കൂടോത്രമാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ആരെങ്കിലും സംശയം ഉണ്ടാവും. അതായത് ഇന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തത് എന്നുള്ളത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ പഴിചാരുന്നതിന് മുന്നേ നിങ്ങളൊരു സൂക്ഷ്മ പരിശോധന നടത്തുക. നിങ്ങൾ കാരണമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ബിസിനസ്സിൽ ലോസ് സംഭവിച്ചതിൻ്റെ കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണമാണോ എന്നുള്ളതും ആദ്യം നിങ്ങൾ വ്യക്തമായി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ, ഒരു തേർഡ് പാർട്ടി വന്നു എന്ന് കരുതി ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയോ വശീകരിച്ചെടുത്തു എന്ന് വിചാരിക്കരുത്. കൈവശവോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു എന്നൊന്നും നിങ്ങൾ ആദ്യം കരുതരുത്. ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വരുന്നത് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ തന്നെ അതിന് വഴി ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വേറൊരു വ്യക്തിക്ക് കടക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റൊരു വ്യക്തി കടന്നു കയറുന്നത്. ഒരിക്കലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തി കൂടോത്രം ചെയ്തതാണ് എന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. ജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം കൂടോത്രമാണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ വിധി എഴുതരുത്. അതിന് പകരം ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വന്തമായി തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഉറക്കക്കുറവിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാകുന്നത് പല കാരണം മൂലമാണ്. ഒരു വ്യക്തിക്ക് ഡിപ്രഷനോ ആൻസൈറ്റി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വസ്ഥമായി സമാധാനമായി കിടന്നുറങ്ങുവാൻ സാധിക്കുകയില്ല. ഡിപ്രഷൻ, ആൻസൈറ്റി ഇതുപോലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് രാത്രി ഉറങ്ങുമ്പോൾ പല പല രീതിയിലുള്ള സൗണ്ട് കേൾക്കുക, ചെവിയിൽ ആരോ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലുള്ള സൗണ്ട് കേൾക്കുക, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഇതുപോലുള്ള ഇൻസിഡൻസ് ഒരു വ്യക്തിക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സംഭവിക്കാം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂട്ടുകാരിലോ ആരെങ്കിലും ഇതുപോലെ പറയുകയാണെങ്കിൽ അവരാ പറഞ്ഞ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നിങ്ങൾ നേരെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ആ വ്യക്തിയെ കൊണ്ടുപോയതിന് ശേഷം
ആ ഡോക്ടറിൻ്റെ അഭിപ്രായം കേൾക്കുക. ആ വ്യക്തിക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ മാത്രമേ ഒരു നെഗറ്റീവ് എനർജി മൂലമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. എല്ലാവരും പറയുന്നത് അമ്മായിയമ്മ കൂടോത്രം ചെയ്തു വെച്ചു, ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തു വെച്ചു, അതാണ് അവരുടെ ദാമ്പത്യ ജീവിതം നശിക്കാൻ കാരണം. ഈ പ്രശ്നങ്ങളെല്ലാം അമ്മായിയമ്മയുടെ പുറത്ത് പഴിചാരുന്നതിന് മുന്നേ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്നെയും പറയുകയാണ്, സ്വന്തമായ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. ദാമ്പത്യ ജീവിതത്തിലും നിങ്ങളുടെ ബിസിനസ് കാര്യത്തിലും നിങ്ങളുടെ കരിയർ സംബന്ധമായും നിങ്ങളുടെ സാമ്പത്തികം സംബന്ധിച്ചും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്സ് നിങ്ങൾ ആദ്യം സ്വീകരിക്കുക. അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും, അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കരിയർ സംബന്ധമായും ബിസിനസ് സംബന്ധമായും നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ, ആ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാരണമല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം അത് നെഗറ്റീവ് എനർജി കാരണമാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ശക്തമായ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഓറ സ്ട്രോങ് ആക്കാൻ സാധിക്കുന്നതാണ്. ഒരു സ്ട്രോങ് ഓറയുള്ളൊരു വ്യക്തിയെ ഒരിക്കലും നെഗറ്റീവ് എനർജി ബാധിക്കുന്നതല്ല. അതിപ്പോൾ എത്ര വലിയ കൂടോത്രം ആണെങ്കിൽ തന്നെയും ബാധിക്കുന്നതല്ല. നിത്യേന യോഗ, മെഡിറ്റേഷൻ, എക്സർസൈസ് ഒക്കെ ചെയ്ത് മൈൻഡ് എപ്പോഴും ക്ലിയറായി പോസിറ്റീവായിട്ട് വെക്കുക. കഴിയുന്നതും 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കുക. 3rd ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഡിപ്രഷനും ആൻസൈറ്റിയും കുറയുന്നതായിരിക്കും. ഇതിൻ്റെ ഇംബാലൻസ് ആണ് മാനസികമായിട്ടുള്ള രോഗം ഉണ്ടാവാനുള്ള കാരണം. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന നെഗറ്റീവ് എനർജിക്കെതിരെ ചെയ്യാവുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജ്യോത്സ്യനെയോ നല്ലൊരു ടാരോ കാർഡ് റീഡറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. വ്യക്തമായി ഇതെല്ലാം നോക്കിയതിന് ശേഷം വലിയ പരിഹാരങ്ങളാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ജ്യോത്സ്യനോ തിരുമേനിയോ നിർദ്ദേശിക്കുന്നതായിരിക്കും. അതനുസരിച്ച് വേണം മുമ്പോട്ട് പോകുവാൻ. ഒരു കാര്യം പിന്നെ പറയാനുള്ളത്, ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അത് സ്വയമായാലും മറ്റുള്ളവരുടെ സഹായത്താലാണെങ്കിലും ചെയ്യാതിരിക്കുക. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ആ ഒരു തിരിച്ചടി നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതായിരിക്കുകയില്ല. നിങ്ങൾക്കുണ്ടായ എല്ലാ സംശയങ്ങൾക്കും, അതായത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിനെ, കൂടോത്രത്തിനെ പറ്റി നിങ്ങൾക്ക് സ്വയം ഉണ്ടായ എല്ലാ സംശയങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടി തന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യാതിരിക്കുക. കോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും എല്ലാവരും കോളാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് മാത്രം അയയ്ക്കുക. ഉറപ്പായിട്ടും എല്ലാവരുടെ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.